ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനുഷ്യൻ ദൈവകൽപ്പന ലംഘിച്ച് തെറ്റിപ്പോയപ്പോൾ പാപിയായി മാറി ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അതായത് ദൈവസൃഷ്ടിയായ മനുഷ്യനെ പാപിയായ അവസ്ഥയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരേണ്ടതിന് അല്ലെങ്കിൽ വീണ്ടെടുക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് ക്രൂശ് അല്ലെങ്കിൽ ക്രൂശ് മരണം. ഇന്ന് നമുക്ക് ഈ ക്രൂശിനെ കുറിച്ച് ചിന്തിക്കാം. വാക്യം വായിക്കാം. 1 കൊറിന്ത്യർ 1-ാം വാക്യം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. വാക്യം ഇങ്ങനെ വായിക്കുന്നു: ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു കാര്യം മനസ്സിലാകും. ക്രൂശിൽ വചനമുണ്ട്, അല്ലെങ്കിൽ ക്രൂശിൻ്റെ വചനമുണ്ട്, അല്ലെങ്കിൽ ക്രൂശിന് സ്വന്തമായി വചനമുണ്ട്. രക്ഷിക്കപ്പെടുന്നവന് ഈ വചനം ദൈവശക്തിയും എന്ന് പറഞ്ഞാൽ ക്രൂശിൻ്റെ വചനം ദൈവശക്തിയും, നാശത്തിലേക്ക് പോകുന്നവർക്ക് അത് ഭോഷത്വവുമായി തോന്നും. നമ്മളെ സംബന്ധിച്ച് രക്ഷിക്കപ്പെട്ടവർക്കാണെങ്കിൽ അത് ദൈവശക്തി തന്നെയാണ്. ഇപ്പം നമ്മൾ കേട്ടിട്ടില്ലേ, അനേകർ പറയുന്നു ഇതൊക്കെ തലകൊണ്ട് ചിന്തിക്കണം, ബുദ്ധി കൊണ്ട് ചിന്തിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അമ്പലവും പള്ളിയും സഹിതം വയനാട്ടിൽ ഒഴുകിപ്പോയില്ലേ, പിന്നെ ദൈവമുണ്ടോ? അപ്പോൾ ആ തലകൊണ്ട് ചിന്തിച്ചവൻ്റെ തലയ്ക്കകത്തിരിക്കുന്നത്, ഈ പള്ളിക്കകത്തും അമ്പലത്തിനകത്തും ഇരിക്കുന്നത് ആ ദൈവം എന്നാണ് അവൻ്റെ തലയ്ക്കകത്തിരിക്കുന്നത്. അപ്പോൾ എന്നോട് തന്നെ ഒരു വ്യക്തി പറഞ്ഞു, തലകൊണ്ട് നമ്മൾ ചിന്തിക്കണമെന്ന്. തലകൊണ്ട് ചിന്തിക്കാൻ, ഈ തല വർക്ക് ചെയ്യിപ്പിക്കുന്ന തലയെ ഉണ്ടാക്കിയ ഒരു ദൈവം ഉണ്ട് എന്ന് ചിന്തിക്കാനുള്ള ബോധമില്ലാത്തവൻ തലകൊണ്ട് ചിന്തിച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ഇവിടെ പറയുന്നത്, ഈ ക്രൂശിൻ്റെ വചനം രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയും നാശത്തിലേക്ക് പോകുന്നവർക്ക് അത് ഭോഷത്വവുമായി തോന്നുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇനി ഈ പാപത്തിൻ്റെ നില മാറേണ്ടത് അത്യാവശ്യമാണ്. നില മാറിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് യെഹെസ്കേൽ പുസ്തകം 18-ാം വാക്യം ഒന്ന് നോക്കാം. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. മകൻ അപ്പൻ്റെ അകൃത്യം വഹിക്കേണ്ട, അപ്പൻ മകന്റെ അകൃത്യവും വഹിക്കേണ്ട. നീതിമാന്റെ നീതി അവന്റെ മേലും ദുഷ്ടന്റെ ദുഷ്ടത അവന്റെ മേലും ഇരിക്കും. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പുത്രൻ പിതാവ് ചെയ്ത അകൃത്യത്തിൻ്റെ ശിക്ഷ അനുഭവിക്കുകയില്ല. പിതാവ് പുത്രൻ്റെ പാപഫലവും അനുഭവിക്കുകയില്ല. നീതിമാൻ്റെ നീതിയും ദുഷ്ടൻ്റെ ദുഷ്ടതയും അവനവൻ്റെ മേൽ തന്നെ ഇരിക്കും എന്നെഴുതിയേക്കുന്നത്. അതായത് പാപം ചെയ്തവൻ്റെ ഉള്ളിൽ, ചെയ്യുന്നവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തനരഹിതമായി എന്ന് പറഞ്ഞാൽ ക്രിയ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തന സ്വാതന്ത്ര്യം അവൻ തന്നെ ബ്ലോക്ക് ചെയ്തു. ഈ പാപം ചെയ്യുന്നവൻ തന്നെ. ജീവനുള്ള മനുഷ്യൻ സത്യത്തിൽ ദൈവാത്മാവിൻ്റെ ശവകുടീരമായി മാറി എന്നതാണ് സത്യം. ഉൽപ്പത്തി പുസ്തകം 2-ാം വാക്യം, അത് സത്യവേദ പുസ്തകത്തിലും മലയാളം ബൈബിളിലും ശരിയല്ല, എന്നാലും ഒന്ന് വായിച്ചേ. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അത് ഒറിജിനൽ തർജ്ജിമയിൽ അങ്ങനെയല്ല കിടക്കുന്നത്. മനുഷ്യൻ, അല്ലെങ്കിൽ ഒറിജിനൽ മൂലഗ്രന്ഥങ്ങളിൽ അത് കിടക്കുന്നത്, മനുഷ്യൻ്റെ യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യന് രൂപം നൽകി അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ആത്മാവായി തീർന്നു എന്നാണ്. അവൻ ജീവാത്മാവായി തീർന്നു എന്നത് തന്നെയാണ്. ഈ ജീവാത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. മുഴുവനായി പരിശുദ്ധാത്മാവല്ല, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അത് മുന്നോട്ട് വിശദീകരിച്ച് പറയാം. ലൂക്കാസ് സുവിശേഷം 3-ാം 21-22 എടുത്തേ. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ജനങ്ങളെല്ലാവരും സ്നാനം ഏറ്റുകൊണ്ടിരുന്നപ്പോൾ യേശുവും സ്നാനമേറ്റു. എന്നിട്ട് എഴുതിയേക്കുന്നു, അദ്ദേഹം
പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. യേശുവും പ്രാർത്ഥിച്ചു. യേശു പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ മേലെ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. എന്ന് പറഞ്ഞാൽ യേശു പ്രാർത്ഥിച്ചു. എന്തായിരിക്കാം പ്രാർത്ഥിച്ചത്? സ്വർഗം തുറക്കണമെന്നും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമെന്നുമാണ് യേശു പ്രാർത്ഥിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം പ്രാർത്ഥനയുടെ മറുപടി അതായിരുന്നു. ഈ പ്രാർത്ഥന എന്താണെന്ന് നമുക്ക് ചോദിച്ചാൽ മറുപടി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. കാരണം യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നടക്കുകയാണെങ്കിൽ വലിയ വാക്വൈഭവത്തിൻ്റെ ഒന്നും കാര്യമില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടോ, വളരെ ലളിതമായിട്ട് തന്നെ വാക്യം കിടക്കുക. യേശു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. യേശു 1.5 മണിക്കൂർ നേരം അവിടെ കിടന്ന് അന്യഭാഷയിൽ ഭയങ്കര ബഹളം ഉണ്ടാക്കിയെന്നൊന്നുമല്ല. യേശുവും പ്രാർത്ഥിച്ചു, അപ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ മേലെ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ഈ യേശു ജനിച്ചത് തന്നെ പരിശുദ്ധാത്മാവിലാണ്. അപ്പോൾ പിന്നെ രണ്ടാമത് ഇറങ്ങി വരേണ്ട കാര്യമുണ്ടോ? ഒന്ന് നോക്കിക്കേ, മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവളിൽ ഉൽപ്പാദിതമായ ശിശു പരിശുദ്ധാത്മാവിൽ നിന്നാണെന്നാണ് NIV ബൈബിളിൽ എഴുതിയേക്കുന്നത്. അതായത് പരിശുദ്ധാത്മാവിൽ നിന്ന് ഉൽപ്പാദിതനായ യേശു ഭൂമിയിൽ സ്നാനപ്പെട്ടപ്പോൾ സ്വർഗം തുറന്ന പിന്നെയും പരിശുദ്ധാത്മാവ് അവൻ്റെ മേലിൽ ഇറങ്ങി വന്നെന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ദൈവം മണ്ണുകൊണ്ട് പ്രതിമയുണ്ടാക്കി അതിലേക്ക് ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയല്ല, ജീവനുള്ള ആത്മാവായി തീർന്നു, അല്ലെ ജീവാത്മാവായി തീർന്നു എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാകാം. ഈ യേശു സ്നാനപ്പെട്ടത് 30-ാം വയസ്സിലാണ്. യേശു 30-ാം വയസ്സിൽ സ്നാനപ്പെടുന്നത് വരെ മുകളിൽ നിന്ന്, അതായത് സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ ആവസിക്കുന്നത് വരെ, അല്ലെ ഇറങ്ങി വരുന്നത് വരെ, ഇറങ്ങി വന്ന് നിറയുന്നത് വരെ യേശു സാധാരണക്കാരനായിട്ടാണ് ഭൂമി ജീവിച്ചത്. യേശു ആ മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും മകനായിട്ട് നാട്ടുകാരുടെ ദൃഷ്ടിയിൽ, ആശാരി ചെറുക്കനായിട്ട്, തടിപ്പണിക്കാരനായിട്ട്, മാതാപിതാക്കളെ സഹായിക്കുന്നവരായിട്ട്, അങ്ങനെ വെറും സാധാരണക്കാരനായിട്ടാണ് യേശു അവരുടെ ഇടയ്ക്ക് ജീവിച്ചത്. എന്നാൽ സാഹചര്യങ്ങൾ മാറി ദൈവാത്മാവ് വന്നു കഴിഞ്ഞാൽ അതെന്നാ വന്നത്? സ്നാനപ്പെട്ടപ്പോൾ. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ അതൊരു ജീവാത്മാവായി അതിൻ്റെ ഒരു അംശമുണ്ട്. അതിന് പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് മനുഷ്യനാണ്. അതിന് പ്രവർത്തന സ്വാതന്ത്ര്യം മനുഷ്യൻ കൊടുക്കാത്തവനെ സംബന്ധിച്ചാണ് ക്രൂശിൻ്റെ വചനം പോഷത്വവും. അതിന് പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കുന്നവന് ദൈവശക്തിയുമാണ്. അപ്പോൾ ഒരു ഉദാഹരണം വേണേൽ പറയാം. അതായത് മനുഷ്യ ശരീരത്തിൽ നഖവും മുടിയും ഒക്കെ ഉണ്ട്. ഈ നഖത്തിനും മുടിക്കും ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനുണ്ട്, അതുകൊണ്ടാണല്ലോ അത് വളരുന്നത്. പക്ഷേ നഖവും മുടിയും മുറിച്ച് കഴിഞ്ഞാൽ മനുഷ്യന് വേദന എടുക്കുകയില്ല, മനുഷ്യൻ കിടന്ന് നിലവിളിക്കുകയില്ല. ജീവനുള്ള നഖം വളരുന്നുണ്ട്, ജീവനുള്ള മുടി വളരുന്നുണ്ട്, പക്ഷേ അത് മുറിച്ചാൽ മനുഷ്യന് വേദന എടുക്കുകയില്ല. അർത്ഥം എന്താ? ഈ ജീവനിൽ 2 അവസ്ഥയുണ്ട്. വേദനിക്കുന്ന ജീവനുമുണ്ട്, വേദനിക്കാത്ത ജീവനുമുണ്ട്. ജീവനിൽ 2 അവസ്ഥയുണ്ട്. ജീവൻ്റെ ആത്മാവ് മനുഷ്യനിൽ ദൈവം ഊതിക്കയറ്റിയതാണ്. ആദാമിൽ ഊതിക്കയറ്റിയപ്പോൾ, അല്ലെങ്കിൽ ഹൗവായിൽ ഊതിക്കയറ്റിയപ്പോൾ, ആദാമിൽ ഊതിക്കയറ്റിയപ്പോൾ അവൻ ജീവ ആത്മാവായി മാറി, പരിശുദ്ധാത്മാവായി മാറിയില്ല, പരിശുദ്ധാത്മാവായി മാറിയില്ല, അങ്ങനെ ധരിക്കരുത്. ജീവാത്മാവായി മാറി. പരിശുദ്ധാത്മാവിൻ്റെ അംശമുണ്ട് എന്ന് പറഞ്ഞ ഒരു ഉദാഹരണത്തോടെ പറഞ്ഞ് അതിനെ ഉറപ്പിച്ച് പ്രാർത്ഥിക്കാം. 1 കോടി രൂപ ഒരാളുടെ കയ്യിലുണ്ടെന്ന് വെച്ചോ, അതിൻ്റെ ഒരു അംശമാണ് 1 രൂപ. ആ 1 രൂപ ആ 1 കോടിയുടെ ഒരംശമാണ്. അംശം എന്ത് ചെയ്യുന്നുവോ ആ അംശവും കൂടെ ഉണ്ടെങ്കിൽ അത് 1 കോടി തികയുള്ളൂ. അങ്ങനെ 1 കോടി രൂപ ഈ ഒരംശം 1 രൂപ വെച്ച് അങ്ങോട്ട് പല വഴിക്ക് മാറ്റി വെച്ചിട്ട് പലരും പെറുക്കിക്കൊണ്ട് പോയാൽ 1 കോടി രൂപയാകില്ല എന്ന് പറഞ്ഞ് ഈ 1 രൂപയ്ക്ക് വിലയില്ലെന്നല്ല, എന്ന് പറഞ്ഞ് 1 കോടിയുടെ ഇതാന്നല്ല, ആ 1 കോടിയുടെ ഒരംശമാണിത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വരുന്നത്, ദൈവം ഊതിയപ്പോൾ ദൈവത്തിൻ്റെ വായിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരംശം മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ അവൻ ജീവാത്മാവായി മാറി. ഈ ജീവാത്മാവായി മാറിയവർക്ക്, ആ ജീവാത്മാവിന് പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കുന്നവർക്ക്
ക്രൂശിൻ്റെ വചനം അത് ദൈവശക്തിയാണ്. അല്ലാത്തവർക്ക്, ഈ പ്രവർത്തന സ്വാതന്ത്ര്യമില്ലാതെ കിടക്കുന്നവർക്ക് ഈ ക്രൂശിൻ്റെ വചനം തിരിച്ചറിയാൻ പോലും കഴിയുകയില്ല എന്ന സത്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ ഉള്ളിലുള്ള, അല്ലെങ്കിൽ എന്നെ ശ്രമിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഭാഗമായ ജീവാത്മാവിന് അത് ആദത്തിൽ തൊട്ട് അത് പ്രവർത്തനക്ഷമമല്ലാതെ, അത് മുന്നോട്ടുള്ളവരിലൊക്കെ, പിന്നീട് തലമുറകളായി ജനിച്ചു വന്നവരിലൊക്കെ അതിന് പ്രവർത്തന സ്വാതന്ത്ര്യമില്ലാതെ ദൈവാത്മാവിൻ്റെ ശവകുടീരങ്ങളായി കിടക്കുന്ന സ്ഥലങ്ങളിൽ അതിന് പ്രവർത്തന സ്വാതന്ത്ര്യങ്ങൾ കൊടുത്ത് രക്ഷിക്കപ്പെടുവാൻ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് അതിന് പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കുവാൻ എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ഉള്ളങ്ങളെ ദൈവം തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ആ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ കേൾവിക്കാരെ ഓരോരുത്തരെയും ഒരുക്കുകയും അവരാത്മാവിൽ വളരുകയും, കർത്താവെ, യേശു പ്രാർത്ഥിച്ചതുപോലെ, യേശു സ്നാനപ്പെട്ടപ്പോൾ പ്രാർത്ഥിച്ചതുപോലെ അവർ പ്രാർത്ഥിക്കുകയും, പ്രത്യേകിച്ച് കർത്താവെ അവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് കേൾവിക്കാരുടെ മേൽ അധികമായി വന്ന് അവരെ ബലപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ക്രൂശിൻ്റെ വചനം ഈ കേൾവിക്കാർക്കെല്ലാം അത് രക്ഷയ്ക്കുള്ള ദൈവശക്തിയായും, കർത്താവെ അങ്ങനെ അങ്ങ് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.